welcome to Crochet Mama YouTube channel. Last week ഞങ്ങൾ ഫാമിലി ആയിട്ട് ഊട്ടി പോയപ്പോഴാണ് ഈ ഒരു അടിപൊളി ക്രാഫ്റ്റ് സ്റ്റോർ കണ്ടുമുട്ടുന്നത്. ഇങ്ങോട്ട് പോരാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പോലും ഈ ഒരു ക്രാഫ്റ്റ് സ്റ്റോറിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഇവിടെ ഏതാണ് ഫുഡിന് നല്ല സ്പോട്ട് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കസിൻ പറഞ്ഞത് പോണി എന്ന ക്രാഫ്റ്റ് സ്റ്റോറിന് മുകളിൽ നല്ലൊരു കഫേ ഉണ്ടെന്ന്. പോണി കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഈ പ്ലേസ് ഞാൻ ഒരിക്കൽ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്രാഫ്റ്റ് സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് പോണിയുടെ ഫ്രണ്ട് സൈഡ്, നേരത്തെ കണ്ടത് ബാക്ക് സൈഡാണ്. രണ്ട് വ്യൂവും അടിപൊളിയാണ്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു മഴയും നല്ല വെതറും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാണാനും എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. കാരണം എപ്പോഴും ഇങ്ങനത്തെ യാൺ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ക്രോഷേസിൻ്റെ ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിരുന്നു. എനിക്കിത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടെ അവസാനിക്കണം എന്ന് തന്നെ അറിയണില്ല. ഓരോ സെഷൻസും ഇവർ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ പോണി എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ ക്രോഷിങ് സ്റ്റാർട്ട് ചെയ്ത മുതലേ ഇവരുടെ ബ്രാൻഡിൽ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ക്രോഷെ ഹുക്കാണെങ്കിലും നീഡിൽസ് ആണെങ്കിലും പിന്നെ പിന്നാണെങ്കിലും സിസേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിറ്റിങ്ങിനാണെങ്കിൽ നിറ്റിങ് നീഡിൽസ് ഒക്കെ ഇവരുതുണ്ട്. ഞാൻ കുറച്ച് നിറ്റിങ് നീഡിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. പിന്നെ ക്രോഷെ ഹുക്കാണെങ്കിൽ ഹാൻഡിൽസ് വരുന്ന പ്ലാസ്റ്റിക് ഹാൻഡിൽസ് വരുന്ന ഹുക്സ് ഒക്കെ വരുന്നത് അടിപൊളി ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരു പോരലും ഡാമേജ് ആവുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ക്രോഷെ ബിഗിനേഴ്സ് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ ഇവരുടെ ബ്രാൻഡിലുള്ള ഹുക്കും സ്റ്റിച്ച് മാർക്കറും നീഡിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല ക്വാളിറ്റിയാണ്, അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ബ്രാൻഡാണ് DMC എന്ന എംബ്രോയ്ഡറി ത്രെഡാണ്. ഇത് വൂൾ ത്രെഡാണ് കാണിച്ചിട്ടുള്ളത്, കുറച്ച് കട്ടി കൂടിയതാണ്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളൂ. ഇത് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ കളർ കോമ്പിനേഷൻസും അറേഞ്ച് ചെയ്ത രീതിയാണ് എനിക്കിതിൽ ഭയങ്കര ഇഷ്ടമായത്. DMC എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇവർ പറഞ്ഞതും DMCയുടെ എല്ലാ ത്രെഡും ഇവിടെ മാത്രമേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊഡക്ട്സും ഇവരുടെ ഓൺലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് കാണുന്ന ഒരു സെഷനാണ് ന്യൂ അറൈവൽസ്. പിന്നെ അവരുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ അമിഗുർമി ഒരു അമ്മൂമ്മനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ആക്കി വെച്ചത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഒരുപാട് ബീഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബീഡ്സ്. അത് ക്രോഷയിലും യൂസ് ചെയ്യാം, പിന്നെ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും യൂസ് ചെയ്യാം, പിന്നെ ആരി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ബീഡും ബട്ടൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അടുത്ത സെക്ഷനിലാണ് നമ്മുടെ യാൺസ് വെച്ചിട്ടുള്ളത്. ഇത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. ഇവർ അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മെജോറിറ്റി യാൺസും നാക്കോ എന്ന ബ്രാൻഡിൻ്റെ യാൺസാണ്. നാക്കോ എന്ന ബ്രാൻഡിൽ ഒരുപാട് കാറ്റഗറി യാൺസ് ഉണ്ട്. ഞാൻ ഓരോ വെബ്സൈറ്റിൽ ഡിഫറെൻറ്റ് വെബ്സൈറ്റിൽ മാത്രമേ ഇവരുടെ യാൺസ് കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഇത്രയും കാറ്റഗറി ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാറ്റഗറിയും ഞാൻ എടുത്ത് നോക്കിയിരുന്നു. ഞാൻ കൂടുതൽ അമിഗുർമി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അമിഗുർമി ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള യാൺസ് ഏതാണെന്നാണ് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് ഡെനിമിയാണ്, നാക്കോ ഡെനിമിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയും ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. ഞാൻ അമിഗുർമിക്ക് മാത്രം പറ്റുന്ന യാൺസാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന യാൺസൊക്കെ ഞാൻ അതിൻ്റെ നെയിം കറക്റ്റ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച നാക്കോ ഡെനിം യാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം ഒരു ഷൈനി ടെക്സ്ചറും ഉണ്ട്. അമിഗുർമി ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ ലിമിറ്റഡ് കളേഴ്സ് ഇവരുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ളൂ. ഇവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള കളേഴ്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ
പിന്നെ നെക്സ്റ്റ് കണ്ടൊരു യാണാണ് നാക്കോ സൊളർ അമിഗുർമി എന്ന യാണ്. സൊളറിന് തന്നെ തോന്നുന്ന പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാണും അമിഗുർമിക്ക് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള യാണാണെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു യാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമിഗുർമിക്ക് ഇത്രയും 100% സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചു. പിന്നെ കളേഴ്സ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് യെല്ലോ കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് യെല്ലോ കളറിൽ വെച്ചിട്ട് അമിഗുർമി ഏതെങ്കിലും ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കയറാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൾക്ക് ഇഷ്ടപ്പെടുന്ന യാൻസൊക്കെ അവളും എടുത്തിട്ട് എനിക്ക് കാണിച്ചിരുന്നുണ്ടായിരുന്നു. ഇതും നല്ലൊരു ടൈപ്പ് യാണായി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് വരികയെന്ന്. വേറൊരു യാണാണ് നാക്കോ കാലിക്കോ എന്ന യാണ്. അപ്പോൾ ഇതും അമിഗുർമിക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നിട്ടോ കണ്ടിട്ട്. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഷൈനി ഫിനിഷിങ്ങും ഉണ്ട് അതിന്. കണ്ടില്ലേ, ഇതിന് അതിൽ കുറച്ചും കൂടി കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ അമിഗുർമി യാണെന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മൾട്ടി കളർ യാണൊക്കെ കണ്ടില്ലേ, ആ യാണ് വെച്ചിട്ട് ഞാനൊരു ബണ്ണി ഡോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കിഷ്ടമായി. അക്രിലിക് യാണാണ്, പക്ഷേ ടെക്സ്ചർ ഒരു ഫസി ടെക്സ്ചർ വരും, എന്നാലും ചെയ്താൽ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് യാണാണിത്. നാക്കോൽ തന്നെ പാരിസ് എന്നൊരു കാറ്റഗറിയാണ്. ഫുൾ ഫസി ടെക്സ്ചറാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബണ്ണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫസി ഫിനിഷിങ് കിട്ടും. ഭയങ്കര ഫസിനെസ്സാണ്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ ഒരു യാണും കൂടി എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കത് തൊട്ട് നോക്കി വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം. അത് ഇവിടെ എത്തിയപ്പോൾ സാധിച്ചു. ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സോഫ്റ്റും ഒരു ഫ്ലഫി നേച്ചറുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ സെഷനിൽ ഇവരുടെ എംബ്രോയ്ഡറി പഠിപ്പിക്കുന്ന പോലെയും അതുപോലെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യാനും അതുപോലെ ഇവിടെ വന്നിട്ട് ചെയ്യുന്നൊക്കെ രീതിയിൽ ഇവർ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രിൻ്റബിൾ പാറ്റേൺസ് ആണ് ഇതൊക്കെ. ക്ലോത്തിൽ തന്നെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ചെന്നിരുന്നിട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറിൻ്റെ ഒരു പാറ്റേൺ എടുത്തിട്ടുണ്ട്. ചെയ്യാൻ എനിക്കറിയൊന്നുമില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അയറിൻ വന്നിട്ടില്ലായിരുന്നു, അപ്പോൾ അയറിനും അവൾക്കൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നും ബോൾ പിന്ന് അറിയില്ലേ, അല്ലെങ്കിൽ മൊട്ട് പിന്ന് എന്നൊക്കെ പറയുന്നത്, അതും നല്ല ക്വാളിറ്റിയാണ് വരുതിൽ. സോ ഞാൻ ആ ഒരു ബോൾ പിന്നും എടുത്തിട്ടുണ്ട്. കാരണം അമിഗുർമിയിലെ പാർട്സ് ജോയിൻ ചെയ്യാൻ എപ്പോഴും ബോൾ പിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷാർപ്പുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുത്തി വെക്കാം പാർട്സൊക്കെ. അപ്പോൾ പോണിയുടെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് തോന്നി. അതിൽ ഭയങ്കര സ്മൂത്തായിട്ടും. അപ്പോൾ പാർട്സൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ DMCയിൽ തന്നെ വേറൊരു കാറ്റഗറിയാണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എംബ്രോയ്ഡറി ത്രെഡാണിത്. അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഇട്ടോ, ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാം കളേഴ്സ് സോർട്ട് ചെയ്ത് അതിൻ്റെ കളറിൻ്റെ നമ്പർ അടക്കം വരെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
രസമല്ലേ ഈ ബീഡ്സ് ഒക്കെ കാണാൻ. കണ്ടിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ തോന്നുന്ന രീതിയിലാണ് ഇവര് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് പേഴ്സ് ത്രെഡ് അല്ലെങ്കിൽ നൈലോൺ ത്രെഡ് എന്നൊക്കെ പറയും. അത് വെച്ചിട്ട് ബാഗും പേഴ്സൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞ പോണിയുടെ ക്രോഷ്യ ഹുക്കാണത്. ഹാൻഡിൽ വരുന്ന ഹുക്കും ഉണ്ട്, ഹാൻഡിൽ ഇല്ലാത്ത ഹുക്സും ഇവരുടെ അവൈലബിൾ ആണ്. രണ്ടും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അത് വെച്ച് ചെയ്താൽ തന്നെ നല്ല രസമാണ് കാണാൻ പ്രൊഡക്റ്റ്. ഇവിടെ വന്ന് ക്രോഷ്യ ചെയ്യാൻ എംബ്രോയ്ഡറി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓവറോൾ ഈ പ്രൊഡക്റ്റ് എല്ലാം കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതാണെങ്കിലും ഓരോന്ന് അവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കുഞ്ഞി കളർഫുൾ ക്രോഷ്യ ഹുക്കൊക്കെ ഉണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട് അത്. ഈ ഒരു പോണി ക്രാഫ്റ്റ് സ്റ്റോറിലുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള 2 കാറ്റഗറിയാണ് ഉണ്ട്. ഒന്ന് നാക്കോടെ അമിഗുർമി സോളർ അമിഗുർമി ആണിട്ട് ഒരു യെല്ലോ ആണ്. പിന്നെ നാക്കോടെ പാരിസി ആണിട്ട് ഒരു ഫസി ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ് അതിൻ്റെ റിസൾട്ട് കാണാൻ. ആ 2 കാറ്റഗറിയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ബോൾ പിന്ന് പറഞ്ഞില്ലേ, ബോൾ പിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവരുടെ പ്രൊഡക്റ്റ്. ഓരോ യാണിനും നല്ല റേറ്റ് ഉണ്ട്. 2 യാണിനും ഓൾമോസ്റ്റ് 300 ഈച്ച് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി പ്രൊഡക്ട്സിനൊക്കെ ബോൾ പിന്നൊക്കെ 30, 35, 40 റുപ്പീസ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ നാക്കോയാണ് പൊതുവേ വില കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നാക്കോ ബ്രാൻഡ് തരാറുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാക്കോടെ കാലിക്കോയാണ്, അതുപോലെ തന്നെ നാക്കോടെ തന്നെ ഡെനിമിയാണും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വെച്ചിട്ട് അമിഗുർമി ചെയ്യാന്ന്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. ആദ്യം വാങ്ങിയിട്ടുള്ള 2 കാറ്റഗറി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഈ ഒരു ടൈപ്പ് ചെയ്യാണ് പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കളേഴ്സും കൂടുതൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വാങ്ങാനും നിൽക്കാനത്. പിന്നെ നാക്കോടെ ഈ ഒരു കാറ്റഗറിയാണ് വെച്ചിട്ട്, ഈ കളറല്ല വേറൊരു കളറ് വെച്ചിട്ട് ഞാൻ ബണ്ണി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇടയിൽ മാത്രം ഒരു വേറെ കളർ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ അത് വെച്ച് ചെയ്തതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ. ഞാൻ ഇനിയും ഇതേപോലെ ഓരോരോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ബൈ, താങ്ക് യു.